Hi friends, Amazon in Nyan GoPro and accessories vanchu. Accessories in the GoPro set or just an vanchu. Apa the Amazon in the Pam Porticha than is it. Upon the Maka in the Kentanam Kadin Chekia. Nala packet lava make another. Another packet invoice another. And them Kavshula. Okay, a pidin will wear a packet in it. In them go on needing the Sanam. നമുക്ക് ഇതൊന്ന് ഇനി ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നേക്കണത്. ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് വന്നേക്കണത്. കണ്ടോ പ്ലാസ്റ്റിക് കവർ. ഓക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഓക്കെ നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ വേണ്ടി ബാഗിലും എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ ഗോപ്രോയാ ആക്ഷൻ ക്യാമറ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ബലം കൊടുത്തിട്ടൊന്നും ഒടിയണില്ല. ഇതൊന്നാമത്തെ ഐറ്റം. ഇത് രണ്ടാമത്തെ ഐറ്റമാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പൊട്ടിച്ച് നോക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കടലിലൊക്കെ പുഴയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് ഗോപ്രോ എങ്ങാനും പോയി കഴിഞ്ഞാൽ ആക്ഷൻ ക്യാമറ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇതുള്ളതുകൊണ്ട് പൊന്തി കിടക്കും. സോ നമുക്ക് ഈസിലി നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത്. അത്യാവശ്യം ഇതും ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. ഇതെനിക്കറിയില്ല, ഇതെനിക്ക് അറിയാവുന്നത്. ഓക്കെ ഇതാണ് നമുക്കൊരു സ്റ്റിക്ക് വന്നേക്കണത്. നന്നായിട്ട് നീട്ടാൻ പറ്റും. കണ്ടോ നീട്ടാം, കുറേ നീട്ടാം, ഒത്തിരി നീട്ടാം. കണ്ടോ അത്യാവശ്യം നമുക്ക് നീളം കിട്ടുന്നുണ്ട് ഇതിന്. ഓക്കെ ഇത് നമുക്ക് ഇവിടെ സ്ക്രൂ ടൈപ്പാണ് ഗോപ്രോനി. ഓക്കെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും വെക്കാം. ഇത് തിരിയത്തില്ല, ഇതും തിരിയത്തില്ല. ഈ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. കണ്ട ഈ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതെനിക്ക് തോന്നുന്നു വേറെ ഗോപ്രോനാകുമ്പോൾ വേറൊരു ഇതും കൂടി വേണ്ടി വരും. എന്നാലും ഇത് അത്യാവശ്യം സ്ട്രോങ് ഉള്ള സാധനം തന്നെയാണ്. അത്യാവശ്യം നല്ല ബലമുണ്ട്. ഓക്കെ നമുക്ക് ഗോപ്രോനാണെങ്കിൽ ഈ സാധനം യൂസ് ചെയ്താൽ മതി. ഇത് ഇവിടെ വെച്ചണ്ട, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോപ്രോ ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ട ഓക്കെ അല്ലേ. ഇതെനിക്ക് തോന്നുന്നത് ഇത് കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണെന്ന് തോന്നുന്നു. കാറിൽ നമുക്ക് കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ നമുക്കിത് ഒട്ടിച്ച് വെക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഗോപ്രോൻ്റെ മൗണ്ട് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് വെക്കാം. ഇത് ഓക്കെ നമുക്ക് ഇതും ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതും ഫ്ലെക്സിബിളാണ്. ക്വാളിറ്റി ഞാൻ ഹാപ്പിയാണ് ഇതിൻ്റെ ക്വാളിറ്റിയിൽ. കാരണം ഞാനിത് അത്യാവശ്യം ബലം കൊടുത്തിട്ടും ഇത് വിട്ടു പോകുന്നില്ല. ഓക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ ഇതിപ്പോൾ ടൈറ്റായി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതെല്ലാം. ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, മെറ്റൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ബാഗിൽ ഇതെല്ലാം ബാഗിൽ നമുക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്കിപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കിടക്കുമെന്ന് എനിക്കറിയില്ല, ചെറിയ ബാഗായിപ്പോയി. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെനിക്ക് ഓക്കെ ഫൈൻ. ഇത് എനിക്ക് തോന്നണ് ഇത് തലയിൽ വെക്കണേണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്.
ഇത് അറിയില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇതെനിക്ക് അറിയില്ല എവിടെ വെക്കണേന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം, കാരണം എനിക്കിത് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇത് തലയിൽ നെറ്റിയുടെ അവിടെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള സാധനമാണെന്ന് തോന്നണം. കേട്ടോ, ഈ ഒരു പീസും കൂടി ഉണ്ട്. ഇത് രണ്ടും ആകുമ്പോൾ നമുക്ക് നെറ്റിയിൽ വെക്കാമല്ലോ, അതാണെന്ന് തോന്നണം. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ഓരോ പൊസിഷനിൽ നേരത്തെ അതിൽ ഇങ്ങനെ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതിലല്ല, വേറൊരു പീസ് ഉണ്ടാവും കുറേ. ഇത് കണ്ട, നമുക്ക് ഡിഫറെൻറ്റ് പൊസിഷനിൽ ഇത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇതെനിക്ക് പ്രൈസ് ഞാൻ പറയാം. ഇതെനിക്ക് പ്രൈസ് വന്നത് 1052 രൂപയാണ്. ഉണ്ടാ, ഗോപ്രോനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഇതെന്താ, ഇതൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ചെസ്റ്റിൽ വെക്കണ ചെസ്റ്റ് മൗണ്ട്. ഓക്കെ, വേണ്ട, ഇത് പ്ലാസ്റ്റിക് ആണോ മെറ്റലാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് മെറ്റലാണെന്ന് തോന്നണം. വെയിറ്റ് കുറവാണ്. ഞാനിത് ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം വേണ്ട, ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഉപയോഗിച്ച് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആണ്. 1052 രൂപയ്ക്ക് ഇതൊക്കെ നല്ല ലാഭമാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ കാണിച്ചമാരെ ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം. ഇങ്ങനെ തന്നെയാണെന്ന് അറിയില്ല കേട്ടോ, ഞാനിതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ്സിങ് ആണെന്ന് തോന്നണം, അറിയില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, കണ്ടാ, ഇപ്പോൾ ഗോപ്രോ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യണത്. ഫസ്റ്റ് ടൈമാണ്, എനിക്കും അറിയില്ല, ഞാനിപ്പോഴാണ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെസ്റ്റിൽ വരുന്ന ഇത്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമുക്ക് സൈക്കിളിലൊക്കെ അതായത് ബൈക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. വേണ്ട, നമ്മുടെ ഹാൻഡിൽ ബാറിൽ വെച്ച് ലോക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ ഗോപ്രോ സെറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഹൈറ്റ് അത്ര വേണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട, ഹൈറ്റ് അത്ര വേണ്ടെങ്കിൽ. അതിപ്പോൾ 2 ഇത് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ. വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും ഗോപ്രോ. എന്താ, അത്യാവശ്യം ബലം കൊടുക്കുന്നുണ്ട്, കൈയൊക്കെ ചുമന്ന്, കുഴപ്പമില്ല. പിന്നെ ഇത് വന്നിട്ടുണ്ട്, വേണ്ട. ഇത് വന്ന് അതിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് വന്നിട്ട് ഇത് നമുക്ക് അഡീഷണൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ, ഇത്തിരി നീളമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതിനാണ് ഇത് യൂസ് ചെയ്യണത്. ഇത്തിരി നീളം നമുക്ക് എക്സസ് ആയിട്ട് നീളം വേണമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്തേക്കണേ. മറ്റേതൊക്കെ നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റുമായിരുന്നു, ഈ ഒരു മോഡലായിരുന്നു. പക്ഷേ ഇത് സ്ക്രൂ ആണ്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് അഴിക്കാൻ പറ്റത്തില്ല, സ്ക്രൂ ഡ്രൈവർ വേണം ഇത് അഴിക്കണമെങ്കിൽ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്. ഓക്കെ, കണ്ടാ, കുറേ മൗണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, നല്ല ബലമുണ്ട് എല്ലാത്തിനും. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഓക്കെ. അപ്പം നേരത്തെ ചെസ്റ്റ് മൗണ്ട് തലയിൽ വെക്കണതല്ല, ഇതാണ് തലയിൽ വെക്കാൻ യൂസ് ചെയ്യണത്. കണ്ടാ, ഇതാണെന്ന് തോന്നണം. ഇതെങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ തലയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം.
ഇതൊന്നും പൊട്ടയൊന്നുമില്ല കേട്ടോ. ഇനി ഇതും പൊട്ടില്ല, അത്യാവശ്യം നല്ല ബലമുണ്ട്, നല്ല സ്ട്രോങ് ആണ്. 1050 രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ്. ഇനി ഇതിൻ്റെ കുഴപ്പമില്ല, എനിക്ക് ഇത് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല. നമുക്കൊരു സ്റ്റാൻഡും കൂടി വരുന്നുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടില്ലേ, കണ്ടോ, ഈ സ്റ്റാൻഡിൽ നമുക്ക് ആ ഒരു സ്റ്റിക്ക് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ നൂലിടയിൽ കയറി. ഓക്കെ, അത്യാവശ്യം നല്ല സ്റ്റാൻഡാണ്. GoProനൊക്കെ അത്യാവശ്യം നല്ല ഇരിക്കും. ഓക്കെ, സ്റ്റാൻഡ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇത് സ്റ്റാൻഡായി. GoPro ഹായ് അങ്ങനെയൊക്കെ പറയാം. പിന്നെ വന്നിട്ട് ഇതെനിക്കറിയില്ല കേട്ടോ, ഇതെനിക്ക് അറിയില്ല ഇതെന്താണെന്ന്. ഓക്കെ, ഇത് കാറിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ 3mm ആണ്. അത്യാവശ്യം നല്ല സ്റ്റിക്കറാണ് ഇതെല്ലാം. അപ്പം നമുക്ക് കാറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ട്രക്കിലൊക്കെ നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെർമനൻ്റായിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. 1050 രൂപയ്ക്ക് നല്ലൊരു സാധനങ്ങളാണ്, നല്ല സാധനം കണ്ടോ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് കാറിൽ ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഇത് വെച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പെർമനൻ്റായിട്ട് നിന്നോളും. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ 1050 രൂപയ്ക്ക് കിട്ടി. കുറേ പ്ലാസ്റ്റിക് കവറും നിറച്ചും പ്ലാസ്റ്റിക് കവറായി. കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1050 രൂപയ്ക്ക് ലാഭമാണ്. GoProൻ്റെ ഒറിജിനലി ഒരു പീസിന് തന്നെ 2000-3000 ഒക്കെയാണ് പ്രൈസ് വന്നത്. ഇത് 1052 രൂപയ്ക്ക് ഇത് നല്ല ലാഭമാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു സാധനമാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം, പക്ഷേ നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയിപ്പോൾ ഇനി മുതൽ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഈ ഐറ്റംസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. താങ്ക് യു.